നമ്മളുടെ കസ്റ്റമർ വീടിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി, ഇങ്ങനെ ഒരു വലിപ്പത്തിൽ നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് അത്. അവര് ഈ വീട് വന്നതിന് ശേഷമാണ് വാങ്ങിയത്. അപ്പം നമുക്ക് ബാക്കിൽ സ്പേസ് ഉണ്ട്, ഫ്രണ്ടിൽ ഇല്ല. അപ്പൊ ആ ബാക്കിലുള്ള സ്പേസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പം നമുക്ക് വീട് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ? നമുക്ക് നോക്കാം. നമ്മൾ ചെയ്തതെന്ന് നേരത്തെ ഇവിടെ ഒരു ചെറിയ കിച്ചൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട്. ആ ചെറിയ കിച്ചണിന് അതിന്റെ കൂടെ നമ്മൾ ആ വർക്ക് ഏരിയനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും സ്പേസ് ആണ് നമ്മൾ ഡൈനിങ് ഏരിയ ആയിട്ട് എടുത്തത്. അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ എൻറ്റയർ സ്പേസ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഡ്രോയിങ് റൂം ആക്കി മാറ്റാൻ പറ്റി. നേരത്തെ ഇവിടെ ഡ്രോയിങ്ങും ഡൈനിങ്ങും കൂടി ഉണ്ടായിരുന്നു, അതിൽ ഡ്രോയിങ് റൂം മാത്രം ഇവിടെ ആക്കിയിട്ട് ഡൈനിങ് സ്പേസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് എന്തൊക്കെ മാറ്റേണ്ടായ ഇത് രണ്ടും കൂടി ഒരുമിച്ചായതാണ് ഞാനിപ്പോ പറഞ്ഞത്. അതിന്റെ ബാക്കിലേക്ക് നമ്മൾ പുതിയതായിട്ട് കുറച്ച് സ്പേസ് എടുത്തു. നല്ല പ്രൈവസി ഉള്ള ഡ്രോയിങ് റൂമിൽ മെയിൻ ഡോർ കൂടെ നേരെ വരുമ്പോൾ തന്നെ നല്ല രസത്തില് പ്രയർ റൂമും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ വീടിന്റെ കാര്യം നോക്കിയല്ലേ, ഇവിടെ പ്രൈവസി ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവർക്ക് നേരെ അവിടെ ഡോറിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ഡ്രോയിങ് റൂം, ഇവിടെയാണ് അവർ ഡൈനിങ് ടേബിൾ ഇട്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്റ്റെയർ കേസ് കൂടി കഴിയുമ്പോൾ ഇവിടെ ഡൈനിങ് ടേബിൾ ഇടുക എന്ന് പറയുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ ഒരു ഓപ്പൺ കിച്ചണുള്ള നല്ല ഭംഗിയുള്ള ലിവിംഗ് സ്പേസ് ഉള്ള ഒരു പ്രൈവസി ഉള്ള സ്പേസിലേക്ക്, എന്ന് പറഞ്ഞാൽ പ്രൈവസി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം അവർ ഡ്രോയിങ് റൂമായിട്ട് മാറ്റുകയും അത് കഴിഞ്ഞിട്ട് ഫാമിലി സ്പേസ് ഇപ്പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. നമുക്കത് നോക്കാം. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി, ആർക്കിടെക്ട് ശ്യാം.